ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ദേവർഷിയുടെ വാക്കുകൾ ദശാനനെ അത്യധികം വിസ്മയിപ്പിച്ചു. ഗാഢമായി ചിന്തിച്ചുകൊണ്ട് ഞാൻ ദേവനോട് യുദ്ധം ചെയ്യും എന്നിങ്ങനെ ആത്മഗതമായി പറഞ്ഞു. നാരദ ഋഷിയോട് വിടവാങ്ങി നേരിട്ട് ശ്വേതദ്വീപിലേക്ക് തിരിച്ചു. ബ്രഹ്മസുതനായ മാമുനി ഒട്ടുനേരം ആലോചിച്ച് കൗതുക പ്രേരിതനായി അത്യത്ഭുത കർമ്മങ്ങൾ നേരിട്ട് കാണുവാൻ അങ്ങോട്ട് തന്നെ വേഗത്തിൽ പോയി. ആ യതീശ്വരൻ നേരം പോക്കിനു വേണ്ടി രണം അന്വേഷിക്കുന്നവനുമാണല്ലോ. സിംഹനാദങ്ങളാൽ 10 ദിക്കും മുഴക്കിക്കൊണ്ട് അനുചരന്മാരോട് കൂടിയ രാവണൻ അവിടെ എത്തി. വിണ്ണവർക്ക് കൂടി പ്രവേശിക്കുവാൻ വിഷമമായ ആ പ്രദേശത്തിലേക്ക് ശ്വേത പെരുംദ്വീപിലേക്ക് നാരദൻ എത്തിയതിനു ശേഷമാണ് പേർക്കേട്ട ദശാസിൻ വന്നത്. അത്യുജ്വല തേജസ്സോടു കൂടിയ ആ ദ്വീപിലെ കാറ്റു തട്ടിയപ്പോൾ ദിവ്യമാണെങ്കിലും പുഷ്പക വിമാനം മുന്നോട്ട് തന്നെ പോകാതെയായി. കരുത്തേറിയ രാവണൻ ഇരിക്കുന്ന വാഹനം കൊടുംകാറ്റു തട്ടിയ കാർമേഘം പോലെ പിന്നോക്കം ചാഞ്ഞു. ദുർദർശമായ ആ ദ്വീപിന്റെ സമീപത്ത് എത്തിയപ്പോഴേക്കും അരക്കർക്കോന്റെ മന്ത്രിമാർ പേടിച്ച് ഇറുകിത്തുടങ്ങി. തൊണ്ടയിടറിക്കൊണ്ട് ആ അതിശക്തന്മാർ, പ്രഭോ അസുരേശ്വര, ഞങ്ങൾ ബോധമറ്റവരെ പോലെയായി തീർന്നിരിക്കുന്നു. നിൽക്കുവാൻ കൂടി ഞങ്ങൾക്ക് കരുത്തില്ല. പൊരുതേണ്ട കാര്യം ചിന്തിക്കുകയേ വേണ്ട. ഒന്നിനും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. നിശാചരവരന്മാരായ സജീവന്മാർ പിന്തിരിഞ്ഞ് ഇത്രയും പറഞ്ഞ് ഓടിക്കഴിഞ്ഞു. കനകാലംകൃതമായ ദിവ്യ പുഷ്പക വിമാനത്തെ രാവണൻ അവരോടൊന്നിച്ച് പറഞ്ഞയച്ചു. സഹായികളായ നക്തഞ്ചരന്മാരും പുഷ്പകവും ഇല്ലാതെ രാവണൻ ഒറ്റയ്ക്ക് ഭീഷണാകാരത്തിൽ ശ്വേതദ്വീപിലേക്ക് ചെന്നണഞ്ഞു. അവിടേക്ക് കടക്കുമ്പോൾ അനേകം സ്ത്രീരത്നങ്ങളെയാണ് ആദ്യമായി കണ്ടത്. ആ കാമിനികളിൽ ഒരുത്തി രാവണന്റെ കൈ പിടിച്ചു നിർത്തി. പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ട്, നീ ആരാണ്? ആരുടെ മകനാണ്? ആരയച്ചിട്ടാണ് വരുന്നത്? എന്തിനാണ് ഇവിടേക്ക് വന്നത്? എല്ലാം പറയുക. മന്നോർമന്നവനായ രഘുരാമ. ആ തരുണി രത്നത്തിന്റെ ചോദ്യങ്ങൾ രാവണനെ കോപിഷ്ഠനാക്കി. ഇങ്ങനെ തുടർന്നു. വിശ്രവസത്തിന്റെ മകനാണ് ഞാൻ. രാവണൻ എന്ന് പുകഴാർന്ന രാക്ഷസേശ്വരൻ ഇവിടെയുള്ളവരോട് പോർ ചെയ്യുവാൻ ആഗ്രഹിച്ചാണ് വന്നത്. ദുരാത്മാവായ ആശുരേശന്റെ വാക്കുകൾ കേട്ട മനോഹരാംഗികൾ മുഴുവൻ പൊട്ടിച്ചിരിച്ചു. ഒരുവൾ അല്പമൊന്ന് ചൊടിച്ച മട്ടിൽ രാവണനെ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ എടുത്ത് ഒന്ന് ചുഴറ്റി സഖിമാരുടെ മധ്യത്തിലേക്ക് എറിഞ്ഞുകൊടുത്തു. ഇങ്ങനെ പറയുകയും ചെയ്തു, ഹേ സഖി, നോക്കൂ, ഞാൻ പിടിച്ച ഈ പുഴു 10 തലകളും 20 കൈകളുമുള്ള കറുത്തൊരു ജീവി. അവൾ മറ്റൊരു സുകുമാരിയുടെ അടുത്തേക്ക് എറിഞ്ഞു. 2-4 വട്ടം ചുഴറ്റിക്കൊണ്ട് അവൾ മറ്റൊരുവളുടെ കയ്യിലേക്കും. ഇങ്ങനെ അങ്ങിങ്ങ് എറിഞ്ഞു തുടങ്ങിയപ്പോൾ രാവണൻ ആകെ അവശനായി തീർന്നു. മറ്റൊരു പോംവഴിയും തോന്നാതെ ആ ബലിഷ്ഠ രാക്ഷസൻ ക്രോധാവിഷ്ണനായി ഒരുവളുടെ കൈപ്പടത്തിൽ കഴിച്ചു. വേദന തോന്നിയ ആ വരാങ്കി കൈ കുടഞ്ഞ് ആ ദുഷ്ടപ്പുഴുവിനെ വിട്ടു. അരക്കർക്കോനെ എടുത്ത ഒരു മാനിനി രത്നം വാനിലേക്കുയർന്നപ്പോൾ അവൻ അവരെയും മാന്തിപ്പൊളിച്ചു. ആ ലലനാമണിയാകട്ടെ വലിച്ചൊരേറ്. പേടിച്ചരണ്ട രാവണൻ സാഗരമധ്യത്തിൽ വജ്രപാതം കൊണ്ട മാമലയെ പോലെ പതിച്ചു. അനങ്ങുവാൻ കഴിയാതെ അസുരേശ്വരൻ അനവധി സമയം അവിടെ തന്നെ കിടന്നുപോയി. ഇങ്ങനെ ആ ശ്വേതദ്വീപിലെ തരുണീമണികൾ ചുഴറ്റിയെറിഞ്ഞതും തേജസ്സേറിയ ലങ്കാധിപൻ തോൽവി അണഞ്ഞതും കണ്ട നാരദൻ വിസ്മയപ്പെട്ട് പൊട്ടിച്ചിരിച്ചു. സന്തോഷ നൃത്തമാടി തുടങ്ങി. കുറേ സമയം കഴിഞ്ഞ് സുബോധമാർന്ന ദശവദനൻ അടിമുടി നനഞ്ഞ നിലയിൽ സമുദ്രത്തിന്റെ തെക്കേ കരയ്ക്ക് കയറി അത്യാശ്ചര്യത്തോടെ ആലോചിച്ചു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നടന്ന് വിജയം വരിച്ച ഞാൻ ഇതുവരെയും ഇത്രമാത്രം ഭയപ്പെട്ടിട്ടില്ല. ജന്മനാ തന്നെ വീര്യം കുറഞ്ഞവരാണ് സ്ത്രീകൾ. അവർ ഇത്തരത്തിൽ ചെയ്യുക എന്നത് അസാധ്യവുമാണ്. അതുകൊണ്ട് ഇവർ യഥാർത്ഥത്തിൽ സ്ത്രീകളായിരിക്കുകയില്ല. നാരദൻ പറഞ്ഞിരുന്ന ലോകനാഥന്മാർ സ്ത്രീരൂപം ധരിച്ചതായിരിക്കും. ബലവാന്മാരോടുകൂടി ശത്രുത്വം നല്ലതല്ലാത്തതിനാൽ സന്ധി ചെയ്യുകയാണ് ഉത്തമം. ഇങ്ങനെ ഉറച്ച രാവണൻ അവരെ കണ്ടു കിട്ടുവാൻ വീണ്ടും ആ കാട്ടിലും പരിസരത്തിലും നടന്നു തുടങ്ങി. ആ മഹാരണ്യത്തിന്റെ വലത്തുഭാഗത്തുള്ള ഒരു വൻ ഗുഹയിൽ ബ്രഹ്മതനൂജനായ സനൽകുമാരൻ ഇരുന്ന് അരുളുന്നതായി രാക്ഷസേശ്വരൻ കണ്ടു. സർവയോഗവരിഷ്ഠനായ ആ മഹാത്മാവ് വായുവിനാൽ അഗ്നി എന്ന പോലെ തപസ്സിനാൽ ഉജ്ജ്വലിച്ചുകൊണ്ടിരുന്നു. തപോവൃദ്ധനായ സനൽകുമാരനെ വന്ദിച്ച് തൊഴുതുകൊണ്ട് ലങ്കേശ്വരൻ സവിനയം ചോദിച്ചു, ഭഗവാനെ, ഈ മഹാലോകം നിർമ്മിച്ചത് ആരാണ്? സർവനാനികളിലും അഗ്രഗണ്യനായ അവിടുന്ന് സദയം പറഞ്ഞു തരണേ. ഈ സ്ഥലത്തിൽ വസിക്കുന്നവർ ആരാണ്?
ബ്രഹ്മർഷിവര്യനായ അവിടുന്ന് ആരെയാണ് ദൃഢസമാധിയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? സർവജ്ഞനെന്ന് പുകഴാർന്ന അവിടുന്ന് എല്ലാം വിശദമാക്കി തരണം. ആശരേശന്റെ ഹൃദയഗതി മനസ്സിലാക്കിയ മഹാതേജസ്വി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ കേൾക്കൂ, 3 ലോകത്തിലുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായി ആർ ഇരിക്കുന്നുവോ? എല്ലാറ്റിനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണോ? ഏതൊരു ദേവന്റെ ഉൽപ്പത്തി അറിയുന്നില്ലയോ? ശുദ്ധ സത്വ സ്വരൂപിയാണെന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ആരെയാണോ? ആദിത്യ സ്വരൂപനും അയോനിജനും പരമാത്മാവുമായ ഈശനാണെന്ന് ആരെയാണോ പറയുന്നത്? ഏതൊരാളുടെ നാഭീപത്മത്തിൽ നിന്നാണോ എൻ്റെ പിതാമഹദേവൻ ജനിച്ചിട്ടുള്ളത്? ആരുടെ ക്രോധത്തിൽ നിന്നാണ് കൈലാസവാസി ഭഗവാൻ പരമേശ്വരൻ ജനിച്ചിട്ടുള്ളത്? ഏതൊരാളെ സമാശ്രയിച്ചാണോ ദേവന്മാർ യജ്ഞങ്ങളിൽ ഹവിസ് സ്വീകരിക്കുന്നത്? ദൈത്യന്മാരെ നശിപ്പിച്ച് അമൃത ആസ്വദിക്കുന്നത് ആരുടെ ശ്വാസത്തിൽ നിന്ന് ജനിച്ച സ്ത്രീകൾ ഒരിക്കലും തോൽക്കാത്ത ഉണ്ണിയെ പിടിച്ച് സാഗര മധ്യത്തിലേക്ക് എറിഞ്ഞിരുന്നുവോ? അതുല്യബല പരാക്രമികളും വരങ്ങളുടെ ലാഭത്താൽ ഗർവികളുമായ ദൈത്യദാനവ രാക്ഷസന്മാരെ പലവിധ രൂപവുമെടുത്ത് നിഗ്രഹിച്ചത് ആരാണോ? സർവലോകൈകനാഥനായ ആ ഗോവിന്ദ ഭഗവാൻ വാഴുന്നതിന് തീർത്തതാണ് ഈ ശ്വേതദ്വീപ്. എല്ലാ ജീവികളിലും ദ്വേഷമില്ലാത്തവരും കഠിന തപോബലത്തോട് കൂടിയവരുമായ ആ ഭക്തന്മാർ നിത്യവും പഞ്ചയജ്ഞങ്ങൾ ചെയ്യുന്നു. ഏകാഗ്രചിത്തരായി ഉഗ്രസമാധിയിൽ ആ മഹാത്മാക്കൾ വാഴുകയാണ്. പുരാണങ്ങളിൽ, പഞ്ചരാത്രങ്ങളിൽ, വേദങ്ങളിൽ, സാംഖ്യയോഗങ്ങളിൽ വിവരിക്കുന്ന ആ സർവശക്തനെയാണ് മഹർഷീന്ദ്രന്മാർ ഉൾക്കണ്ണുകൊണ്ട് കാണുവാൻ കൊതിച്ച് ധ്യാനിക്കുന്നത്. യാഗാദി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് ദേവന്മാരും ഋഷിശ്രേഷ്ഠന്മാരും ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നവനാണ് മധുകൈടഭന്മാരെ നിഗ്രഹിച്ച ആദിദേവൻ. ഉണ്ണിരാവണ, എൻ്റെ പിതാവായ ഭഗവാൻ വിരിഞ്ചനുകൂടി അറിയുവാൻ ഇന്നുവരെയും സാധിച്ചിട്ടില്ലാത്ത നിത്യനായ ശ്രീ നാരായണനെ ദർശിക്കുവാൻ എളുപ്പത്തിൽ സാധിക്കുമോ? മംഗളകരമായ ലോക ലക്ഷണങ്ങളോട് കൂടിയ ശ്രീഹരിയെ ഏതൊരുവനാണ് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കുന്നത്? അവൻ മായാമുക്തനാണ്, സംശയമില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.